ട്രാവൽ വിത്ത് ദേവൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് മേക്കര ടു സംഗമം വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് അറൗണ്ട് 87 കിലോമീറ്റർ, അതായത് ഞാനിപ്പോൾ ഉള്ളത് ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 1.5 hour നമുക്ക് വേണം. സോ ഗൈസ്, നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ആക്ച്വലി എന്താ പറയുക, ഓൺ ദ വേ ഷൂട്ട് ചെയ്യുമ്പോഴേ തന്നെ എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ആ ഓഡിയോ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. മേ ബി ഞാൻ ഡയറക്റ്റ് എയർപോർട്ട്സിലാണ് റെക്കോർഡ് ചെയ്തത്. മൈക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ഈ എൻ്റയർ വ്ളോഗ് കംപ്ലീറ്റ്ലി വോയിസ് ഓവർ തന്നെയായിരിക്കും. സോ ഐ ഹോപ്പ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇനി അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ ഫോറസ്റ്റിൽ എൻട്രി ചെയ്യണം. പ്രത്യേകിച്ച് എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും. അപ്പം നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഇവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് എൻട്രി ചെയ്യുക, അത്രയേ ഉള്ളൂ. യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു റോഡിലെ ഒരു റൈഡ്. കാരണം അത്രയും നല്ലൊരു റോഡായിരുന്നു. പിന്നെ നിങ്ങളൊരു നല്ല എന്താ പറയുക, റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു യാത്ര എൻജോയ് ചെയ്യും. കാരണം എന്താ പറയുക, അത്രയും നല്ലൊരു കേർവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു യാത്ര ഭയങ്കര ഇഷ്ടപ്പെടും. സോ നിങ്ങൾ എന്തായാലും എന്താ പറയുക, ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക. മാക്സിമം രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഫീൽ കിട്ടും. ഇതിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ എല്ലാവരും എൻജോയ് ചെയ്യുക ഈ ഒരു വീഡിയോ. ആക്ച്വലി നിങ്ങൾ ഹെഡ്ഫോൺസൊക്കെ വെച്ചിട്ട് ഈ ഒരു സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കും. ഭയങ്കര ഒരു ഫീലായിരിക്കും. എനിക്ക് ആക്ച്വലി ഈ ഒരു ബൈക്ക് റൈഡിൻ്റെ വീഡിയോ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താ പറയുക, വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. സോ ഇപ്പോൾ അവിടെ വന്നിറങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ നമുക്കിനി ഈ ഒരു 2 അരുവി കടന്നിട്ട് വേണം നമുക്ക് ആ ഒരു വാൻ സ്റ്റോപ്പ് ചെയ്തെടുത്തും വരെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു അരുവി കടക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പാലങ്ങളോ അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു അരുവിയിലേക്ക് കൂടി ഇറങ്ങി നടന്നിട്ട് അവിടെ എത്തിച്ചേരാൻ മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ.
കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ആഴങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ബട്ട് എനിവേ റോക്സൊക്കെ വെച്ച് സ്ലിപ്പറി കാര്യങ്ങളായതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ ഞാൻ അവിടുന്ന് വാനിലേക്ക് കയറി. വാൻ ആക്ച്വലി ആൾക്കാർ ഫുള്ളായാൽ മാത്രമേ വാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഒരു 60 റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ്. ആക്ച്വലി നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ അറിയാമല്ലോ, ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് അവർ സമ്മതിക്കില്ല. അത്ര വലിയ പേടിക്കാനുള്ള ഒരു എന്താ പറയുക, വലിയ ഫോറസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് പോകുന്ന വഴിക്ക് ചെറിയ മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി. സോ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ കുറേ കോഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അതായത് അനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കാനോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സോ നമുക്കിനി താഴോട്ടേക്ക് ഇറങ്ങാം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഇൻകേസ് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ ലാൻഡ് എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ബട്ട് മൺസൂൺ കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേലെ കാണുന്ന ഈ ഒരു പാറകളൊക്കെ ഒന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ആ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ്ലി എന്താ പറയുക, വെള്ളം കൊണ്ട് നിറഞ്ഞ് കിടക്കുമായിരിക്കും. അത്രയും രീതിയിൽ ശക്തമായിട്ടുള്ള വാട്ടർ ഫ്ലോസാണ് ഇവിടെ വരിക. അത് നിങ്ങൾക്ക് ഈ ഒരു പാറകളുടെ ഒരു ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ഹോളിൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ടല്ലേ, എന്താ പറയുക, വേവി ആയിട്ടുള്ള, അതായത് അത്രയും ശക്തമായിട്ടുള്ള വാട്ടർ ഫ്ലോയിൽ എന്താ പറയുക, നേച്ചറായിട്ട് തന്നെ ഉണ്ടായ ഒരു പ്രത്യേക ഡിസൈനാണത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവർക്കും വേർത്താവണ ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും ഇവിടെ വരുവാന്നുള്ളത്. പിന്നെ ഞാൻ ആക്ച്വലി ഇതൊന്നും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ നാട്ടിലും പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ചെറിയ ചെറിയ കല്ലുകളും, അതായത് പുഴയരുവിലൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഡിസൈൻ മാറുന്നത്. പക്ഷേ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ആർട്ട് വർക്ക് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു റോക്കിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ നോക്കി, ആ ഒരു എന്താ പറയുക, ഗുഹ ഉണ്ടാക്കി വെച്ച പോലെ ഒരു സംഭവം, ആ ഒരു വീവി ആയിട്ടുള്ള ഒരു ഭയങ്കര പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടറിയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ യാത്ര അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.